വാർത്തയ്ക്കപ്പുറം തുടരുമ്പോൾ ഇനി ഓർമ്മ ചിത്രത്തിലേക്ക് പോവുകയാണ്. ഇന്ന് കെ.വി. മധു പുറത്തെടുക്കുന്നത് ആരെയാണെന്ന് നോക്കാം. അഴിമതി വിരുദ്ധ ദിനം നാടുനീളെ ആഘോഷിക്കുമ്പോൾ പഴയൊരു അഴിമതി ആരോപണം പുറത്തെടുക്കുകയാണ് ഓർമ്മ ചിത്രത്തിലൂടെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് UDF സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ദേശീയപാതകളിൽ സ്ഥാപിച്ച സൈൻ ബോർഡ് അഴിമതി ആരോപണത്തിൽ TM ജേക്കബ് നടത്തിയ പ്രസംഗം. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു KPCC ഭാരവാഹിയാണ് ഇതിന്റെ ഇടനിലക്കാരൻ. ഇനി സാർ ഇതിനകത്ത് അഴിമതി ഉണ്ടോ ഇല്ലയോ, ഇതാണല്ലോ വിഷയം. TP സെൻകുമാർ വിജിലൻസ് ഡയറക്ടർ കൊടുത്ത കത്തിന്റെ പകർപ്പൻ്റെയിലുണ്ട്. അതിനകത്ത് അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? 500 കോടി രൂപയുടെ നഷ്ടം ഈ സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. ഏതാണ് വലിയ അഴിമതി? പാമോയിലാണോ? SNC ലാവലിനാണോ? ഇതാണ് ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ അഴിമതി. ദേശീയ തലത്തിൽ പറയുന്ന 5 വർഷത്തേക്കുള്ളിൽ കൊടുക്കാൻ പാടില്ലെന്ന. ഉമ്മൻചാണ്ടിക്ക് അറിയാമോ എത്ര വർഷമാണെന്ന്? ഉമ്മൻചാണ്ടിക്ക് അറിയാമല്ലോ. എത്ര വർഷമാണ് ഉമ്മൻചാണ്ടി? 30 വർഷം. 30 വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. 30 വർഷത്തേക്ക് ഉമ്മൻചാണ്ടി ഞാൻ ചാലഞ്ച് ചെയ്യാം. നിങ്ങൾക്കൊരു നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാവോ? തെളിയിച്ചു തരാം ഞാനിത്. ഞാൻ വെറുതെ പറയല്ല. ഉമ്മൻചാണ്ടി 350 പ്ലേസുകളിൽ ഇത്തരം സൈൻ ബോർഡ് സ്ഥാപിച്ചാൽ ആ 7 ലക്ഷം വെച്ച് നോക്കിയാൽ 735 കോടി രൂപയുടെ തിരിമറിയാണ് ഉമ്മൻചാണ്ടി ഞാൻ നടന്നിരിക്കുന്നത്. അല്ല, ഉമ്മൻചാണ്ടി കൈകൊണ്ട് ഇങ്ങനെ കാണിക്കണ്ട. ആ ഫയൽ ഈ മേശപ്പുറത്ത് വെക്കുക. നിങ്ങള് ഞാൻ എഴുതി തന്നിട്ടില്ല, ഫയൽ വെക്കും നിങ്ങള്. ഉമ്മൻചാണ്ടിക്ക് ഒരു ഒറ്റ ബോർഡ് മാറ്റാൻ പറ്റുമോ? ഒറ്റ ബോർഡ്. ഉമ്മൻചാണ്ടി വിറയ്ക്കും, അടിമുടി ഉമ്മൻചാണ്ടി വിറയ്ക്കും. കാരണം കൈക്കൂലി നിങ്ങളുടെ കയ്യിലുണ്ട്.